ഇന്നും നമ്മൾ അതുപോലെ ഹൗസ് ഹണ്ടിങ്ങിന് ഇറങ്ങിയത് കേട്ടോ. പിന്നൊരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് സരിയും ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ പോയി ഒരു ട്രിപ്പുമാണ് കേട്ടോ. ഞങ്ങൾ 4 പേരും കാലത്തെ ഇറങ്ങി. സുധരേട്ടൻ അങ്ങോട്ട് എത്തിയേക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീട് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇഷ്ടപ്പെട്ടു, എല്ലാം ഓക്കെ ആയത് കാരണം നമ്മൾ ആ വീട് കാണാനായിട്ട് ഒന്നും കൂടെ ഇവരെയും കൊണ്ടൊക്കെ വന്നതായിരുന്നു കേട്ടോ. വന്നു, നമ്മൾ ആ വീടൊക്കെ കണ്ടു, പക്ഷേങ്കിൽ നമുക്ക് അത് ശരിയായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇൻസ്പെക്ഷനൊക്കെ നടത്തിയ കാര്യമൊക്കെ. അപ്പോൾ അത് ഇൻസ്പെക്ഷനിൽ ഫെയിലായി. ഇൻസ്പെക്ഷന് വേണ്ടി വന്നതായിരുന്നു നമ്മളന്ന് കേട്ടോ. എന്നിട്ട് രാവിലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് ആൻറ്റിക്ക് വേറെ എന്തോ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അവരപ്പോൾ അങ്ങോട്ട് പോയി. ഞങ്ങൾ പിന്നെ വീടൊക്കെ കാണാനായിട്ട്, വേറെ വീടുകളൊക്കെ കാണാനായിട്ട് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഇത് ലോങ് ആയിട്ട് വലിച്ചു നിട്ടത് ഞാൻ എല്ലാം ആഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് ലഞ്ച് കഴിക്കുന്ന ടൈമായി. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ ഉള്ള സറിയിൽ തന്നെയുള്ള തന്തൂരി ഫ്ലെയിമിലാണ് വന്നത്. ഇവിടെ ബുഫയാണ്, ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ്, നോർത്ത് ഇന്ത്യൻ. നമ്മുടെ ഡിഷസ് ഒന്നും തന്നെ ഇല്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ്. ഇപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ബുഫേ ആയ കാരണം കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സുധരേട്ടൻ്റെ കാര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്നു. എൻ്റെ ഫേവറേറ്റ് സ്വീറ്റാണ്, ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഗുലാബ് ജാമുൻ. പ്രഷേറിന് പിന്നെ സ്വീറ്റ്സേ ഫേവറേറ്റാണ്. ഏത് സ്വീറ്റും മധുരം എന്ത് തന്നെയായാലും കഴിക്കും. ഞാൻ മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര പിക്കിയാണ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബട്ടർ ചിക്കനും നാനും പിന്നെ ബിരിയാണിയൊന്നും നമ്മുടെ ഒരു ടേസ്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിക്കൻ്റെ വെറൈറ്റീസൊക്കെ, മറ്റേ എന്താ പറയുക, ഗ്രിൽഡ് ചിക്കൻ അങ്ങനെയൊക്കെ ഉള്ളത് കൊള്ളായിരുന്നു. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഗോഡ് സൂപ്പും വെജ് സൂപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗോഡ് സൂപ്പൊക്കെ കുറച്ചുകൂടി ഒരു കറി പോലെയായിരുന്നു. നമ്മുടെ ആ ഒരു ടേസ്റ്റ് അല്ലാത്തതുകൊണ്ട് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ കുഴപ്പമില്ല എന്ന് മാത്രം. ഇതിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ വെല്ലിംഗ്ഹാമിൽ അമേരിക്ക പോയ സമയത്ത് നമ്മൾ ഒരു ബൊഫെ കഴിച്ചില്ലേ, അതാണ് എനിക്ക് ഇതിനെക്കാട്ടിലും കുറേയും കൂടെ ഇഷ്ടമായത്. ഇനി നമുക്കൊരു വീടൂടെ കാണാനുണ്ട്. ആ വീട് കുറച്ച് സ്പെഷ്യലാണ്. നമ്മൾ ഇതേ സെയിം ഒരു വീടാണ് സറിയിൽ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് റോക്കിലും നമ്മൾ കാണാൻ പോകുന്ന വീട് സെയിം ആണ്. പുറമേ നോക്കുമ്പോൾ വ്യത്യാസമാണെങ്കിൽ ഇത് വൈറ്റ് റോക്കാണേ. ഈ വീടിൻ്റെ പുറമേ നോക്കുമ്പോൾ എന്താ പറയുക, വേറൊരു ലുക്കാണെങ്കിലും നമുക്കിപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ ഇനി ഇത് കാണണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമായിരുന്നു ഈ വീട്. കാരണം നമുക്ക് ഇതിനു മുന്നേ കണ്ടൊരു വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് നമ്മൾ ഓഫർ കൊടുക്കാനെല്ലാം റെഡിയായി ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇന്നെന്തായാലും ഇറങ്ങിയതല്ലേ, ജോലിയിൽ പ്രഷേട്ടൻ സിക്കൊക്കെ വിളിച്ചു. അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ഈ വീടും കൂടെ കണ്ടിട്ട് പോകാം എന്ന് കരുതി. ഓരോ വീട്ടിൽ പോകുമ്പോഴും ഓരോ വീടിനും ഓരോ കഥകൾ പറയാനുണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. ഈ വീട്ടിൽ കയറിയപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബായിരുന്നു. നമുക്ക് ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴും ചില ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു നമുക്കൊരു എന്താ പറയുന്നത്, അവരുടെ ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് നമ്മൾ ഡീപ്പായിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. കുറച്ച് ക്വയറ്റായിട്ട് നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്കത് കിട്ടാറുണ്ട്. അപ്പം എനിക്കങ്ങനെ തോന്നാറുണ്ട്. ഈ വീട്ടിൽ പോയപ്പോഴത്തേനും ഒരു വല്ലാത്തൊരു പോസിറ്റീവ് ഹോം എന്നൊക്കെ തോന്നത്തില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി. ആദ്യം ഫസ്റ്റ് വിസിറ്റാണിത്, അപ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നി ഈ വീടിനോട്. അതിനുശേഷം നമ്മൾ കണ്ടില്ലേ വ്യൂ ഒക്കെ ഭയങ്കര ക്വയറ്റായിട്ടുള്ള ഏരിയ കേട്ടോ. തൊട്ടപ്പുറത്ത് ആ വീട്ടിൽ ആൾ താമസം ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. പിന്നെ ഇവിടുത്തെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യൻസ് കുറവാണ്, ഫുള്ള് വൈറ്റ് പീപ്പിളാണ്, കൂടുതലും ഉള്ളത് വൈറ്റ്സ് തന്നെയാണ്. പിന്നെ ഇങ്ങോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 1 hour തിരിച്ച് വേണ്ടി വരും ട്രാഫിക്കിലൊക്കെ അങ്ങ് ജോലിക്ക് പോകാൻ. അതാണ് ഒരു പ്രശ്നം. പിന്നെ വാഷ്റൂമൊക്കെ ആയാലും കുറച്ചുകൂടെ ഒരു നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതൊക്കെ കണ്ടു ആ വീടും. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ലാംഗ്ലിയിൽ ഒരു വീടൂടെ കാണാനുണ്ടായിരുന്നു. ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിങ്ങനെ എന്താ സ്റ്റാക്കബിൾ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു വീടിൻ്റെ മുകളിൽ വേറെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് അങ്ങനെയൊക്കെ. പക്ഷെ നല്ല രസമാട്ടോ ലിവിങ് റൂമൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഓരോ വീട്ടിൽ പോയി കാണുമ്പോഴും ഇല്ലേ ഭയങ്കര ഭംഗിയാണ്, പല പല രീതിയിലെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് കാണാനായിട്ട്. എനിവേ എന്തായാലും അടുത്ത ഫുഡിൻ്റെ ടൈമായി. ഇവിടെ തന്നെ അടുത്തൊരു ഇന്ത്യൻ കട കണ്ടുപിടിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഒരു നല്ല ബിരിയാണിയും കഴിച്ചു. അടിപൊളി ഒരു മാംഗോ ലസ്സിയും. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ആ മാംഗോ ലസ്സി എനിക്ക് ഭയങ്കര ഫില്ലിങ്ങും ആയിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ആ കടയിൽ പോവുകയാണെങ്കിൽ അത് കഴിക്കണം എന്ന് കരുതിയിരിക്കുന്നു. അപ്പോൾ അത്രയുള്ള വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.